എനിക്കൊന്ന് തിരിച്ചു വെച്ചാൽ എനിക്കെന്തോ പോരായ്മ പോലെ തോന്നുന്നു. ഒന്നിങ്ങനെ നേരെ വെച്ച് ഇച്ചിരി കൂടെ ഓളി ഇടാവോ? ബുദ്ധിമുട്ടില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. പ്രശ്നമാവോ? അപ്പൊ ദുആ വളരെ ഏറ്റവും അമൂല്യമായ സംഗതിയാണ്. രാവിലെ നമ്മളൊരു വാദിന മജ്‌ലിസ് വന്ന അറിവ് നേടിയിട്ട് പോകണം. അതിന് ആദ്യമായിട്ട് ഞാൻ തുടക്കത്തിൽ ഒരു ദുആ പഠിപ്പിച്ചു. ഈ ദുആ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏതാണ് ആ പ്രാർത്ഥന? റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ. ഇത് രാവിലെ പ്രഭാതത്തിൽ എണീറ്റാൽ ഉടനെ പ്രാർത്ഥിക്കുന്നവന് നരകം ഉണ്ടാവൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. രാവിലെ ഉറക്കത്തിൽ എണീറ്റാൽ ഉടനെ ഈ ദുആ അങ്ങോട്ട് ചെയ്യാം. കുറച്ച് ആയത്തുകൾ അവിടെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ആ ആയത്തുകൾ ഓതുന്നതിനോടൊപ്പം ഈ ദുആയും കൂടി നമ്മൾ ഫിറ്റ് ചെയ്യുക. റഹ്മാനായ റബ്ബിന്റെ അടിമകൾ എപ്പോഴും ദുആ ചെയ്യുന്നത് ഈ പ്രാർത്ഥനകളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരുപാട് ദുആകളുണ്ട്. ആ സമയത്ത് ഞാൻ അത് മാത്രമാണ് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുന്നത്. ഈ ഒരൊറ്റ ദുആ എല്ലാം കൂടി പറയുമ്പോൾ നമുക്കൊരു പക്ഷേ തെറ്റിപ്പോവും. അതുകൊണ്ട് ഒരെണ്ണം മാത്രം ഇരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നേരെ സുബൈ നമസ്കരിക്കാൻ പുരുഷന്മാര് പള്ളിയിലേക്ക് പോയി. കഴിഞ്ഞ വർഷം നമ്മൾ നമസ്കാരത്തിന്റെ അമാലുകളെ കുറിച്ച്, അതിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയതാണ്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. സുബൈയുടെ ബാങ്ക് വിളിക്കുമ്പോൾ പുരുഷൻ പള്ളിയിലേക്ക് പോകുന്നു. സ്ത്രീകൾ ഒളു എടുത്തുകൊണ്ട് മുസല്ല വിരിച്ചു നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നു. തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞതാകുന്ന ആളുകൾക്ക്, അഥവാ തഹജ്ജുദ് നമസ്കരിച്ചതാകുന്ന മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ മുഖേന സുബഹിയുടെ സുന്നത്തിന് ശേഷം ഒരു കടത്തം പഠിപ്പിക്കുന്നുണ്ട്. സുബഹിയുടെ സുന്നത്ത് തന്നെ വലിയ ശ്രേഷ്ഠമായ സുന്നത്താണ്. റവാത്തിബ് സുന്നത്തുകളിൽ, അഥവാ നമസ്കാരങ്ങൾക്ക്, ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബാകുന്ന സുന്നത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാകുന്ന സുന്നത്ത് നമസ്കാരമാണ് സുബഹിയുടെ സുന്നത്ത് നമസ്കാരം. സുബഹി തന്നെ ഇല്ലാത്ത മുഅ്മിനീങ്ങളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ല. ഇത് സുബഹി നമസ്കരിക്കുന്ന ആളുകൾ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതിനു മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് ഗൗനിക്കണം, ശ്രദ്ധിക്കണം. അത് വലിയ ശ്രേഷ്ഠമുള്ള അമലാണ്. ആ സുബഹിയുടെ സുന്നത്ത് നമസ്കരിക്കുമ്പോൾ ഏത് സൂറത്താണ് ഓതേണ്ടത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി. മൻ സല്ലാ സുന്നത്തൈ സുബ്ഹി ബിഅലം അലം ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമുൻ നബിയുനാ റസൂലുള്ളാഹി. സുബഹിയുടെ സുന്നത്തിൽ ആരൊരുവൻ അലം അലം എന്ന് തുടങ്ങുന്നതാകുന്ന സൂക്തം കൊണ്ട് ഓതി നമസ്കരിച്ചിട്ടുണ്ടോ, അന്നത്തെ ദിവസത്തിൽ അവനൊരു മനോവശവും ഉണ്ടാവൂല, ഒരു ദുഃഖവും ഉണ്ടാവൂല, ഒരു പ്രയാസവും അവന് നേരിടേണ്ടി വരൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. എത്രയോ ഉമ്മമാർക്കാണ് പരാതി, എത്രയോ സഹോദരങ്ങൾക്കാണ് പരാതി. ഉസ്താദേ, എന്റെ മെഡിക്കൽ ശരിയാകുന്നില്ല ഉസ്താദേ, എന്റെ വിസ റെഡിയാകുന്നില്ല ഉസ്താദേ, എന്റെ ജോലി ബറക്കത്തില്ല ഉസ്താദേ, പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാ, വീട്ടിൽ ബുദ്ധിമുട്ടാണ്, കടം കൊണ്ട് വലഞ്ഞിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരണേ. ആ പ്രവാചകൻ പഠിപ്പിക്കുന്ന മനുഷ്യ, നീ സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കണേ. സുബഹിയുടെ സുന്നത്ത് നമസ്കാരത്തിൽ മൻ ഖറഅ ബി അലം അലം ലം യജിദുഹു ഫീ ദാലികൽ യൗം അലമുൻ നബിയുനാ റസൂലുള്ളാഹി. ആരൊരുവൻ സുബഹിയുടെ 2 റക്അത്തുള്ള നമസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം നശ്റഹ് സൂറത്തും, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫീലാകുന്ന അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്തും ഓതി നിസ്കരിച്ചിട്ടുണ്ടോ, ലം യജിദുഹു ഫീ ദാലികൽ യൗം
നബി തങ്ങൾ ഉറപ്പ് നൽകുകയാണ്, അന്നത്തെ ദിവസത്തിൽ ഒരു വിഷമവും അവനുണ്ടാവുകയില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇപ്പോ ഒന്ന് നമ്മൾ പഠിച്ചത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സഅത് മുസ്തഖറൻ വ മുഖാമ, ഈ പ്രാർത്ഥന. രണ്ടാമത് നമ്മൾ പഠിച്ചത് സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി വന്നു. സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത്. എന്താ സൂറത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശറഹ് ലക സദറക വവളഅനാ അൻക വിസ്റക الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഈ സൂറത്ത് ഒന്നാമത്തെ റക്അത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ ഉപകാരപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവർക്കും ഇപ്പൊ പ്രശ്ന സാമ്പത്തിക ബുദ്ധിമുട്ട്, പ്രയാസം അല്ലേ? ആർക്കും മനോവിഷമം ഇല്ലാത്തവരില്ല. എല്ലാവരുടെയും മനസ്സിന് സമാധാനം കിട്ടണം. എന്നാ വേണ്ടത്? സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്തിൽ ചെയ്യേണ്ട അമലാണിത്. ഫാത്തിഹയ്ക്ക് ശേഷം അലം നശ്റഹ് സൂറത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. രണ്ടാമത്തെ റക്അത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം طيرا അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ സൂറത്തുൽ ഫീൽ എന്നുള്ള അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ഞാനിത് ഓതി പറഞ്ഞതാ, ആർക്കും അത് തെറ്റ് വരരുത്. അതിനുവേണ്ടി ശ്രദ്ധിക്കാൻ വേണ്ടി നല്ലതുപോലെ. ഇതൊരു അമലാണ്, ചെറിയ അമലല്ല, വലിയ അമലാണ്. എല്ലാ ഉലമാക്കളും പണ്ഡിതന്മാരും സാത്വികരാകുന്ന ആളുകളും മഹത്തുക്കളും സജ്ജനങ്ങളും നഫീസത്തുൽ മിസ്രി അടക്കമുള്ളതാകുന്ന ആളുകൾ, ഉമ്മമാരൊക്കെ ചെയ്തതാകുന്ന അമലാണിത്. അല്ലാഹു നമുക്ക് തൗഫീഖ്